ഇത് ഫുള്ളായിട്ട് കുട്ടികൾക്ക് കൊടുക്കണമെന്നല്ല. ഈ ഫോണിനൊക്കെ വേണ്ടിയിട്ട് പിള്ളേർ കിടന്ന് കരയില്ലേ, അങ്ങനെയുള്ള ടൈമിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ കുറച്ച് എൻജോയ് ചെയ്ത് പഠിക്കുമെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ഇതിൻ്റെ പേരും കൂടി പറയാമായിരുന്നു. ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ, ആ ഒരു ഫീച്ചറില്ല. അപ്പോൾ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യുക. Pop the balloons. Select the shortest one. ഷോർട്ടസ്റ്റ് വൺ. അപ്പം അതൊക്കെ അവർ ശ്രദ്ധിക്കും. ഷോർട്ടസ്റ്റ് വൺ ഏതാണ്, അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള പിള്ളേർ. അവരത് എല്ലാം ഒബ്സർവ് ചെയ്തിട്ട് ചെയ്യും. അങ്ങനെ ചെയ്യില്ല, പക്ഷേ നമ്മൾ ഇതിലെടുത്ത് ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അയച്ചു കൊടുക്കും. ഓക്കെ, ഇത് അതൊക്കെ ഭയങ്കരമായിട്ട് പിള്ളേർ എൻജോയ് ചെയ്ത് പഠിക്കുന്ന ഒരു സംഭവമാണ്. ഇതുപോലത്തെ ഇഷ്ടംപോലെ ഗെയിംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി വെക്കുക. സബ്സ്ക്രൈബ് ഏറ്റവും മുകളിലാണുള്ളത്. എൻ്റെ ചാനൽ നെയിമിൻ്റെ അവിടെയാണുള്ളത്. ബിഗ് ലെറ്ററായിട്ടുള്ള ആ ഒരു ഇത് കൊടുക്കാനായിട്ട്. അപ്പം പിള്ളേർ ചെയ്യും. പിന്നെ സെയിം കളേഴ്സും കൂടി ഒന്ന് നോക്കുമ്പോൾ അവർക്കത് കിട്ടും. അപ്പോൾ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഉണ്ട് ഇതുപോലെ പിക്ചറിനെ മൂന്നായിട്ട് മുറിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇപ്പോൾ എൻ്റെ മോൾ കറക്റ്റായിട്ട് എല്ലാം ചെയ്യും. ഇതെല്ലാം ഇതേ ആക്ടിവിറ്റീസൊക്കെ ഒരെണ്ണം പോലും മിസ്റ്റേക്ക് വരുത്താം. പിന്നെയുള്ള കാലത്ത് പിള്ളേർ സ്ക്രീൻ ഒഴിവായിട്ടുള്ള ഒരു കാലമൊന്നും ഉണ്ടാവില്ല. അപ്പം കുറച്ചൊക്കെ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ ഇച്ചിരിയൊക്കെ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ബോക്സിനകത്ത് കണ്ടുപിടിക്കണം. അതായിരുന്നു അത് കഴിഞ്ഞു. ഇനി നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം പാറ്റേൺ. ഇതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇനി അടുത്ത ഏതാണ് വരുന്നത്, ഇത്. ഇനി നമ്മൾ വേറെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ആവില്ല. സോ അത് വളരെ മനസ്സിലാക്കിയിട്ട് അതായത് അവിടെ കറക്റ്റായിട്ട് എടുത്ത് വെക്കാറുള്ളത്. ഇനി നമ്മുടെ ഈ ഹെൽപ്പറിൻ്റെ കയ്യിലുള്ള ടൂൾസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഷാഡോ അനുസരിച്ച് അത് കൊണ്ടുവെക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ പേടിച്ചവർ പഠിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ അവർ എൻജോയ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ പോകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പഠിക്കും. ഇതൊരു മെയിൻ ആക്ടിവിറ്റി ആട്ടോ, ഫൈൻഡ് ദ ഡിഫറൻസ്. ഇത് ഡിഫറൻസ് നമ്മൾ